അന്നം ബ്രഹ്മമാണ്. ജീവനും ബ്രഹ്മമാണ്. ഓരോ ജീവനും ബ്രഹ്മത്തിന്റെ തന്നെ അംശമാണ്. സഹജീവി നമ്മുടെ തന്നെ ഭാഗമാണ്. സഹജീവിയുടെ വിഷമാവസ്ഥകളിൽ സഹയാത്രയുടെ പൊരുൾ അതാണ്. സ്നേഹത്തിന്റെ ഉരുള വയറിനു മാത്രമല്ല മനസ്സിനുമുള്ളതാണ്. കഠിനമായ വേദന അനുഭവിക്കുന്ന ശരീരങ്ങളും അതിൽ വീർപ്പുമുട്ടുന്ന മനസ്സുകളും പെരുത്തുവരുന്നു. ശ്വാസം മുട്ട്, ഓക്കാനം, ഛർദി, കൈകാലുകളുടെ തളർച്ച, ഉണങ്ങാത്ത വ്രണങ്ങൾ എന്നിവ രോഗിയെയും കുടുംബത്തെയും നരകത്തിലേക്ക് എടുത്തെറിയുന്നു. പണ്ട് ഡോക്ടർമാർ അവശരും ആർത്തരുമായ രോഗികളെ തേടി വരുമായിരുന്നു. അവരെ പരിശോധിക്കുകയും അവരുടെ പുറത്തു തട്ടി വ്യക്തിപരമായി അന്വേഷിക്കുകയും ചെയ്യുമായിരുന്നു. രോഗിക്ക് ഡോക്ടർ ദൈവമായിരുന്നു. ദൈവത്തിന്റെ സ്റ്റെതസ്കോപ്പ് നെഞ്ചിലൊപ്പുമ്പോൾ ആ തണുപ്പിൽ ഒരു ആത്മവിശ്വാസം വളരുമായിരുന്നു. ആധുനിക കാലത്തെ ആരോഗ്യ സങ്കല്പങ്ങൾ പാടെ മാറി. രോഗി ഡോക്ടറെ തേടിപ്പോകുന്നതാണ് വർത്തമാനകാലം. അവശനും ആർത്തനുമായ രോഗി വിശപ്പും ദാഹവും വകവയ്ക്കാതെ മൂത്രമൊഴിക്കാൻ പോലും പോകാതെ ക്യൂവിലാണ്. രോഗിയും മാറി. അയാൾ സംശയാലുവായ ഉപഭോക്താവായി. ഡോക്ടറെയും ടെസ്റ്റിങ്ങുകളെയും മരുന്നിനെയും സംശയം. ആകെ ഒരു ഓട്ടം, വിശ്വാസരാഹിത്യം. ആശുപത്രികൾ നെട്ടോട്ട മത്സരവേദികളാവുന്നു. അവശത വരുമ്പോൾ കൂടെ ആളില്ലാത്തതിന്റെ നിസ്സഹായതയും കടന്നുവരുന്നു. മത്സരയോട്ടത്തിൽ പരിമിതമല്ലാത്ത ആവശ്യങ്ങളുടെ സംഘർഷങ്ങളും പണമില്ലായ്കയും. ദീർഘവും നിഷ്ഫലവുമായ ചികിത്സ കൊണ്ട് സാമ്പത്തിക സ്ഥിതി തകരാറാവുന്നു. കടുത്ത മനോനില കൊണ്ട് വിഷാദരോഗമുണ്ടാകുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ 21-ാം ആർട്ടിക്കിൾ പ്രകാരം അന്തസ്സോടെ ജീവിക്കാനുള്ള പൗരാവകാശം കൃത്യമായും ഇനി കിട്ടാനിടയില്ലാത്ത വിധം ലംഘിക്കപ്പെടുന്നു. സാധാരണ ഒരു മരണത്തോടടുത്ത ഒരാൾ അല്ലെങ്കിൽ കുറെ കാലം നീണ്ടു നിൽക്കുന്ന ഒരു രോഗത്തിൽ ഒരുപാട് വേദനയും ബുദ്ധിമുട്ടും മാനസിക ബുദ്ധിമുട്ടും സാമ്പത്തിക ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിച്ച ഒരാളിനും കുടുംബത്തിനും ഒരുപാട് കുറ്റബോധവും ദേഷ്യവും ഒക്കെ ഉള്ളിലുണ്ടാകും. പലപ്പോഴും വൈദ്യശാസ്ത്രത്തിന്റെ അടുത്തും പൊതുവെയുള്ള വ്യവസ്ഥിതിയുടെ അടുത്തും വളരെ ദേഷ്യം ഉണ്ടാവാം. ചെറുപ്പക്കാർ പലരും അതോടുകൂടി അവരുടെ സ്വഭാവ രീതി തന്നെ മാറിപ്പോകാം. സാന്ത്വനത്തിന്റെ പുതിയ അധ്യായങ്ങൾ വിരചിക്കപ്പെട്ടു കഴിഞ്ഞു. വേദനയും വിഷാദവും പരിചരണത്തിന്റെ ഉയർന്ന ഗുണനിലവാരമുള്ള സ്ട്രോയിലൂടെ ഊറ്റിക്കളയുന്നവർ. പഠിച്ച പാഠങ്ങൾ പരാജയപ്പെടുന്നിടത്ത് വ്യഥയെ അതിന്റെ സമഗ്രതയിൽ സ്വാംശീകരിച്ച് അന്യവത്കരിക്കപ്പെടുന്നവനെ ഒപ്പം നിർത്തുന്ന രീതി രോഗിയുടെ യാതന കുറയ്ക്കുന്നു. അവരുടെ കുടുംബത്തിന് സാമ്പത്തികവും സാമൂഹ്യവും ആത്മീയവുമായ പിന്തുണ ഉറപ്പാക്കുന്നു. ചികിത്സയുടെ അതിരുകൾക്കപ്പുറത്തുള്ളവരെ കൂടി കണക്കിലെടുത്താണ് സാന്ത്വന പരിചരണം അഥവാ പാലിയേറ്റീവ് കെയർ. പാലിയേറ്റീവ് കെയർ രോഗത്തെ നിഷേധിക്കലല്ല, ശാസ്ത്രീയമായി തന്നെ രോഗത്തെ അപഗ്രഥിച്ച് ചികിത്സ ഉറപ്പുവരുത്തുകയാണ്. അതോടൊപ്പം അവർ നിങ്ങളുടെ ശരീര പ്രശ്നങ്ങൾ, വേദന, ഓക്കാനം, വിമ്മിഷ്ടം, ഉണങ്ങാത്ത വ്രണങ്ങൾ ചോദിച്ചറിയുന്നു. നിങ്ങളുടെ വൈകാരിക പ്രശ്നങ്ങൾ, വിഷാദം, കോപം, നിഷേധാത്മകത്വം, ഒറ്റപ്പെടൽ മനസ്സിലാക്കുന്നു. തൊഴിൽ നഷ്ടവും ചികിത്സയും വരുത്തിവെച്ച സാമ്പത്തിക പരാധീനതകൾ അന്വേഷിക്കുന്നു. സ്വന്തക്കാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുമുണ്ടായ ഒറ്റപ്പെടലുകൾ അറിയുന്നു. ദൈവം എന്നെ ഇങ്ങനെ ശിക്ഷിച്ചല്ലോ തുടങ്ങിയ ആത്മീയ ദുഃഖങ്ങളും അവരറിയുന്നു. ദൈനംദിന ജീവിതത്തിൽ അവര് സാധാരണഗതിയിൽ സമ്പാദിക്കുന്ന ഒരു വ്യക്തിയാണ് കിടപ്പിലാകുന്നെങ്കിൽ അയാൾക്ക് അയാളുടെ ഫാമിലിക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മറ്റു കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് സാധാരണഗതിയിൽ നമ്മൾ ചെറിയ അളവിലൊരു റീഹാബിലിറ്റേഷൻ പരിപാടി നടത്തി കൊടുക്കാറുണ്ട്. ഈ റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ സ്വയം തൊഴിൽ കണ്ടെത്തി അവരെ തന്നെ അതിൽ ഇൻവോൾവ് ചെയ്യിച്ച് ആ വീട്ടിൽ തന്നെ വെച്ച് നടത്താവുന്ന സ്വയം തൊഴിൽ ആണ് ഈ റീഹാബിലിറ്റേഷൻ. പാലിയേറ്റീവ് പ്രവർത്തനം പാവപ്പെട്ടവർക്ക് മാത്രമാണ് എന്ന ധാരണ വേണ്ട. ഈ കണ്ട രോഗികളിലേറെയും ദാരിദ്ര്യരേഖയ്ക്ക് താഴെ എത്തിയത് രോഗചികിത്സ കൊണ്ടായിരുന്നു. എൻ്റെ പപ്പ ക്യാൻസർ രോഗത്താൽ മരിച്ചിട്ട് ഇന്ന് 3 മാസം കഴിഞ്ഞു.
കട മൂലം ഞങ്ങളുടെ വീട് നഷ്ടപ്പെട്ടു. അത് പപ്പയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞങ്ങൾ ഇനി അങ്ങോട്ട് പോവും, ഇവിടെ താമസിക്കും. അതിനെല്ലാം ഞങ്ങൾക്ക് പുതിയ ഒരു വീട് വെച്ച് തരാനായിട്ട് സഹായിച്ചത് പാലിയേറ്റീവ് കെയർ ആണ്. ഞങ്ങൾ രണ്ടുപേരും പഠിക്കുന്നുണ്ട്. അതിന് ചെറിയൊരു സഹായം നമുക്ക് തരികയും ചെയ്തവരെ പഠനത്തിന് വേണ്ടിയിട്ട്. കിടക്കുന്നുണ്ടെങ്കിൽ തന്നെയും ആ ചികിത്സയിൽ കൂടെ എനിക്ക് വളരെ ഇപ്പോൾ ഓടി നടക്കും പോലത്തെ ഒരു സന്തോഷം ഒക്കെ മനസ്സിൽ വന്നു തുടങ്ങി. പാലിയേറ്റീവ് കെയർ വന്നതിന് ശേഷം വളരെയേറെ ഞങ്ങൾക്ക് എന്തെന്നില്ലാത്ത അവർക്ക് ഒരു ഉന്മേഷവും, അവർക്ക് എന്ത് ചോദിച്ചാലും അവർ ആ സമയം കൊണ്ടെത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ വന്ന് അവരെ സഹകരണവും ആ ശുശ്രൂഷയും പലപ്പോഴും ഞാൻ തന്നെ കരഞ്ഞു പോയിട്ടുണ്ട്. ആ വ്രണമുള്ള കാലിലൊക്കെ തൊട്ടവർ ആ ചെയ്യുന്ന ശുശ്രൂഷ എത്രമാത്രമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. മരണം മറ്റേതോ ലോകത്തേക്കുള്ള ഒരു വാതിൽ തുറക്കലാണ്. അതുവരെ സ്നേഹപൂർവ്വം ഒപ്പം ചെന്ന് യാത്രയാക്കുക. 79 വയസ്സ് വരെ ഒരു രോഗവും ബാധിക്കാത്ത അച്ഛനെ അവസാനം ബാധിച്ചത് ക്യാൻസറായിരുന്നു. തീവ്രമായ വേദനയിൽ പുളയുന്ന അച്ഛനെ ഈ പാലിയേറ്റീവ് കെയറിൻ്റെ വളരെ സൂക്ഷ്മമായ ചികിത്സാ രീതിയിൽ ആ രോഗത്തെ അല്ലെങ്കിൽ ആ വേദനയെ ശമിപ്പിക്കാനുള്ള ഒരു രീതി അത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയിരുന്നതാണ്. അതായത് വേദനയെടുത്ത് പൊളയുന്ന അച്ഛനെ ഒരു സെക്കൻഡിൽ ആ വേദന ഇല്ലാതാക്കുകയും കുറച്ച് കഴിഞ്ഞ് അച്ഛൻ കഴിയുന്നത്ര രീതിയിൽ നമ്മളോടൊക്കെ മക്കളൊക്കെ വിളിക്കുമ്പോൾ പ്രതികരിക്കാൻ തുടങ്ങുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതി. ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ വെന്റിലേറ്റർ പോലെയുള്ള യന്ത്രങ്ങളെ ഉപേക്ഷിച്ചിട്ട് എല്ലാ മക്കളും മരുമക്കളും ചെറുമക്കളും ഒക്കെ നോക്കി നിൽക്കവേ അച്ഛനെ ശുശ്രൂഷിക്കാനും അച്ഛനെ മനസ്സിൽ തോന്നുന്ന രീതിയിൽ ഞങ്ങളോട് പ്രതികരിക്കാനും ഒക്കെ കഴിയുന്ന ഒരവസ്ഥ തീർച്ചയായും ഈ ഒരു സമ്പ്രദായത്തിലേക്ക് പോയത് കൊണ്ടാണ് ഞങ്ങൾക്ക് സാധിച്ചത്. മറികടക്കാനാവാത്തത് എന്ന് കരുതുന്ന രോഗങ്ങളെയും ശാസ്ത്രം മറികടക്കുക തന്നെ ചെയ്യും. ശാസ്ത്രത്തിന് വളരാതിരിക്കാനാവില്ല. അതുവരേക്കും വേണ്ടേ ഒരു സമാശ്വാസം? ഒരു പൂ വിരിയുന്നത് പോലെ നിങ്ങൾ പുഞ്ചിരിക്കാൻ തുടങ്ങും. നിങ്ങൾ ഒന്നറിയുക, നിങ്ങളോ നിങ്ങളുടെ കുടുംബമോ ഒറ്റയ്ക്കല്ല. നിഴൽ പോലെ ഒരു സന്നദ്ധ സംഘം നിങ്ങളോടൊപ്പമുണ്ട്. കഫക്കെട്ടും കണ്ണീരും ആവലാതികളും ഒപ്പിയെടുക്കാൻ.